ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ വണ്ടിയൊക്കെ വളരെ കുറവാണ് ഇവിടെ. ആളുകളും വളരെ കുറവാണ്. ആക്ച്വലി ഇത് അത്ര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല കേട്ടോ. ഇവിടെ അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ല. ഓട്ടോയിൽ പോയത് ഓട്ടോ ഡ്രൈവറിന്റെ പേരാണ് ഷാരൂഖ് ഖാൻ. അപ്പോൾ ഇവിടുന്ന് 12 മിനിറ്റ് ഓട്ടോ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ നമുക്ക് അതൊക്കെ കണ്ട് അതിന് ശേഷം 4:45 അജ്മീറിലേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിൻ നമ്മൾ അജ്മീറിലേക്ക് പോകും ഇവിടുത്തെ ശേഷം. നമ്മൾ വിചാരിച്ചത് ഇത് അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഈ വരുന്ന വഴിയിൽ മൊത്തം പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ അത് മെയിൻ മാർബിൾ സിറ്റിയാണിത്, ഈ കിഷൻഗർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന ടൈം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ഒക്കെ ഇടുക, പിന്നെ ഗ്ലൗസ് ഒക്കെ ധരിക്കുക, അങ്ങനെ വരിക. അപ്പോൾ പ്ലേസ് ചെയ്യാൻ മൊത്തത്തിലൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡംപിയാട് കേട്ടോ. നമ്മൾ താഴേക്ക് ഇറങ്ങും എന്തായാലും. ഇത് എന്താ പറയുക, ഒരു മിനി കാശ്മീർ എന്നൊക്കെ പറയില്ല, സ്നോക്ക് പകരം, അതായത് മാർബിൾസ് വെച്ചിട്ടുള്ളൊരു സ്നോ യാർഡ് തന്നെ അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയയിൽ. ഇത് പല സിനിമയുടെയും ഷൂട്ടിംഗ് സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ആദ്യം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കൂടി ആഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഈ നടുവിലുള്ള ഈ ഒരു ലൈക്ക് സെറ്റപ്പിലുള്ള ഈ കാര്യം ഭയങ്കര ബ്ലൂഷാണ്. അതും ഒടുക്കത്തെ ഭംഗിയാണത് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കാൻ. ഇവിടെ നമുക്ക് ആകെ 1 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 4:45 നമ്മുടെ ട്രെയിൻ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്ത് അതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് പോകണം. അവിടുന്ന് നമ്മൾ ടാക്സി പിടിച്ചത് 400 രൂപയ്ക്ക്, അതായത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാനും പിന്നെ തിരിച്ചങ്ങ് കൊണ്ടാക്കാനും. ഊബർ ചെക്ക് ചെയ്തിന്. അപ്പോൾ ഊബർ ചെക്ക് ചെയ്ത സമയത്ത് 300 സംതിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതെടുത്തു. നമ്മളൊരു വെറൈറ്റി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഓട്ടോയുടെ ബാക്കിൽ ഇരുന്നിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അജ്മീറിലെത്തി കേട്ടോ. ഇതിപ്പം മഗ്‌രിബിന് സമയത്ത് എത്തിയത്. ഇനിയിപ്പോൾ നേരെ ദർഗയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല. ഈ കാണുന്ന മാർക്കറ്റിലൂടെ ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് അജ്മീർ ദർഗയിലെത്താം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നുകൂടിയാണ് അജ്മീർ. ദർഗയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലഗേജ് കൂടുതലൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ദർഗയിൽ നമുക്ക് ആദ്യം തന്നെ കയറിയാൽ ഉടനെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ വരുന്ന ആൾക്കാരിടുന്ന ഓഫറിങ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾ കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പുറത്തെ കടയിൽ പൂക്കളുണ്ടാവും. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഷാളും കൊണ്ടുവരും ഈ ദർഗയിൽ മറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദർഗയിൽ എല്ലാവർക്കും എല്ലാ സമയത്തും അലൗഡ് അല്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് മാത്രമാണ് രാത്രി സമയത്ത് കയറാൻ പറ്റുക. പിന്നെ പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിന് കയറാൻ വേണ്ടിയിട്ട് ഒരു 6 മണി ആ നേരം മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ വന്ന സമയത്ത് നമുക്ക് അതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല.